സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 4 വർഷം കൊണ്ട് തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കും. 2025 ഓഗസ്റ്റ് 31-നാണ് മുഖ്യമന്ത്രി തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. 11 മണിയോടെ മുഖ്യമന്ത്രി ആദ്യ ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ ചെയ്തു. മറിപ്പുഴ പദ്ധതി പ്രദേശത്ത് മുഖ്യമന്ത്രി നേരിട്ടെത്തിയാണ് ആദ്യ ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചത്. ബ്ലാസ്റ്റിംഗ് സോൺ സന്ദർശിച്ച് തുരങ്ക നിർമ്മാണത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് സ്വിച്ച് ഓൺ നടക്കുന്ന വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ്. സ്വപ്നത്തിൽ പോലും പലരും കാണാതിരുന്നൊരു പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്. മണിക്കൂറുകളോളം വയനാട്ടിലെത്താൻ കാത്തു നിൽക്കുന്ന ജനത ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ വയനാട്ടിൽ എത്തിപ്പെടുമെന്നുള്ള അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 8.753 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് തുരങ്കപാതയുടെ നിർമ്മാണം. അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളായ താൽക്കാലിക പാലം, ക്രഷർ യൂണിറ്റ്, ഫ്യുവൽ ടാങ്ക്, തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ക്യാമ്പ് ഷെഡ് എന്നിവയെല്ലാം പൂർത്തിയാക്കിയാണ് പദ്ധതിയുടെ പ്രധാന ഘട്ടങ്ങളൊന്നായ ബ്ലാസ്റ്റിംഗ് ആരംഭിച്ചത്. ബ്ലാസ്റ്റിംഗിന്റെ അപകട സാധ്യത മുൻനിർത്തിക്കൊണ്ട് വലിയ സുരക്ഷയിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. തുരങ്കപാത വരുന്നതോടെ വയനാട് ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് വലിയ പരിഹാരമാകും. ഓസ്ട്രേലിയൻ സാങ്കേതികവിദ്യയിൽ കട്ടൻ കവർ രീതിയിലാണ് പാറ തുരക്കുക. റോക്ക് ഡ്രിൽ ബൂമറുകൾ ഉപയോഗിച്ചാണ് തുരങ്ക നിർമ്മാണം. കിഫ്ബിയിൽ 2043 കോടി രൂപ ചെലവിലാണ് പാതയുടെ നിർമ്മാണം നടക്കുക. കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് നിർവഹണ ഏജൻസി. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളത്തിന്റെ കുതിപ്പിനുള്ള ആദ്യത്തെ ബ്ലാസ്റ്റിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നു. ആദ്യ ചുവടുവെപ്പിൽ ചിതറിക്കിടക്കുന്ന പാറക്കെട്ടുകൾക്ക് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ വലിയ മല തുരന്ന് പൂർത്തിയാകുമ്പോൾ തുരങ്കപാത എന്ന കേരളത്തിന്റെ സ്വപ്നവും അതോടൊപ്പം പൂർത്തിയാകും. വീഡിയോ ജേർണലിസ്റ്റുകളായ സുധീഷ് CPക്കും ഷബീർ വടക്കേങ്ങരയ്ക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.